ഞാൻ ശ്രീജിത്ത് കെ വാര്യർ, മലയാള മനോരമയിൽ മാധ്യമപ്രവർത്തകനാണ്. കാൽനൂറ്റാണ്ട് മുൻപ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ഒരു ലോകം ഒരു ഹൃദയം എന്ന ആശയം സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ നടത്തിയ പ്രസംഗത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ മത്സരത്തിൻ്റെ വിധി നിർണയത്തിൽ ഒരു ഭാഗമാകാൻ എനിക്ക് അവസരം ലഭിച്ചു. അമ്മ അന്ന് യുണൈറ്റഡ് നേഷൻസിലൂടെ ലോകമെങ്ങും പ്രചരിപ്പിച്ച ഒരു സന്ദേശത്തിൻ്റെ ഒരു ഒഴുക്ക്, അതിൻ്റെ ഒരു തുടർച്ച ഈ കാൽനൂറ്റാണ്ടിനപ്പുറവും വിദ്യാർത്ഥികളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, പുതിയ തലമുറകളിലേക്ക് എങ്ങനെ പ്രതിഫലിപ്പിക്കപ്പെടുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ മത്സരത്തിൻ്റെ അന്തസത്ത. തീർച്ചയായും നമ്മുടെ പല തലമുറകൾ ഈ കാൽനൂറ്റാണ്ടിനിടയിൽ മാറി വന്നെങ്കിൽ പോലും ആശയങ്ങളിലൂടെ, അതിൻ്റെ വ്യക്തതകളിലൂടെ, അതിൻ്റെ ഒഴുക്കിലൂടെ പല തലമുറകളിലേക്കും സന്ദേശങ്ങൾ പ്രവഹിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഇന്ന് ഈ ഉപന്യാസങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാതൃഭാഷയും വ്യക്തിത്വ വികാസവും എന്നതായിരുന്നു അതിന് നൽകിയ വിഷയം. നമ്മുടെ മാതൃഭാഷ നമ്മുടെ വ്യക്തിത്വത്തെ എത്രത്തോളം പ്രചോദിപ്പിക്കുന്നു, എത്രത്തോളം ഉണർത്തുന്നു, എത്രത്തോളം വളർത്തുന്നു, എത്രത്തോളം ഉണ്മയിലേക്ക് എത്തിക്കുന്നു എന്നെല്ലാം ഈ വിഷയത്തിലൂടെ കുട്ടികൾക്ക് എഴുതി പ്രതിഫലിപ്പിക്കാൻ സാധിച്ചു എന്ന് തീർച്ചയായും പറയാം. സ്വാഭാവികമായും പലരുടെ ആശയങ്ങളും പലരുടെ ചിന്താഗതികളും പല മേഖലകളിലായിരുന്നെങ്കിൽ പോലും തീർച്ചയായും നമ്മുടെ മാതൃഭാഷയുടെ പ്രാധാന്യം, മാതൃഭാഷയുടെ ഏറ്റവും ആഴത്തിലുള്ള വേരോട്ടം, അതിനെ നമ്മൾ ഏത് രീതിയിൽ സംരക്ഷിക്കണം, സ്വാംശീകരിക്കണം എന്നെല്ലാം കുട്ടികൾ അവരുടെ രചനകളിലൂടെ തെളിയിച്ചു. നമ്മുടെ സംസ്കാരത്തെ നമ്മൾ എങ്ങനെ ഉയർത്തിപ്പിടിക്കണം, വിവിധ ഭാഷകൾ അറിയുന്നതിൽ ഉള്ള പ്രശ്നമല്ല, പക്ഷെ നമ്മുടെ മാതൃഭാഷയെ നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന നഷ്ടമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്നും തീർച്ചയായും ആഗോള ഭാഷകളോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അഭിമാനമായി, നമ്മുടെ തേജസ്സായി നമ്മുടെ മലയാളം നിലനിൽക്കണം എന്നുമുള്ള ഒരു സന്ദേശം ഈ മത്സരാർത്ഥികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു. വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു.